എൻ്റെ പൊന്നു കൂടപ്പിറപ്പുകളെ, നിങ്ങൾ ഈ കാഴ്ച കണ്ടോ? ഒരു സർക്കസുകാരൻ കിടന്ന് സർക്കസ് കാണിക്കുന്നുണ്ടോ? തുണി അലക്കാനിടുന്ന അഴയിലാണ് ഇപ്പോൾ ഈ പരിപാടി. ഞങ്ങൾ താമസിക്കുന്ന വാടക വീടിൻ്റെ മുറ്റത്ത് കണ്ട കാര്യമാണത്. താഴെ ഇവിടുന്നോ കയറി വന്ന് ഈ വള്ളിയിൽ കുടുങ്ങിയതാണ്. എൻ്റെ അമ്മ തുണി തൊട്ടപ്പുറത്ത് തുണി വിരിച്ച് വരണ വഴിക്കാണ് ഈ സാധനത്തിനെ കണ്ടത്. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എൻ്റെ ഇളയമോൻ അവൻ ഇടാനുള്ള ബനിയൻ ഇവിടെ ഉണക്കാനിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് പോയുള്ളൂ. എന്തോ ഭാഗ്യം, അവർക്ക് രണ്ടാൾക്കും ആപത്തൊന്നും സംഭവിച്ചില്ല. അമ്മയുടെ നിലവിളി കേട്ടിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഓടി പാഞ്ഞു വന്നത്. ഞാൻ കുളിക്കാൻ നിൽക്കുന്ന സമയത്തായിരുന്നു. എന്തായാലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് മുറ്റിയ സാധനമാണ്. ഞാൻ വെള്ളിക്കട്ടനാണെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നല്ല, അതിനേക്കാട്ടിൽ വലിയ സാധനം. നല്ല മൂപ്പുണ്ട്, നല്ല പ്രായമുണ്ട്. ഉറപ്പാണ്, ഒന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ മരിച്ചു പോകാനുള്ള വിഷം അതിൻ്റെ ദേഹത്തുണ്ടെന്നുള്ള ഉറപ്പാണ്. എന്തായാലും ഞാൻ അതിനെ തട്ടി താഴെ വീഴ്ത്തി, കൊല്ലാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എങ്ങോട്ടെങ്കിലും വലിച്ചെറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നോക്കുമ്പോൾ അത് താഴെ വീണ് വേഗം ഇവിടെ അടുക്കി വെച്ച ഓടിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാപ്പിലേക്ക് കയറിപ്പോയി. എന്തായാലും ആ സാധനം ഈ തൊടിയിൽ തന്നെയുണ്ട്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം തുടങ്ങിയതാണ് ഇത്തരം സാധനങ്ങളെ കാണുന്നത്. ഞാനാണെങ്കിൽ ഒരു ജീവനെ കൊല്ലാറില്ല, പാമ്പിനെ നിന്ന് വരെ കൊന്നിട്ടില്ല. എന്തിന് വീട്ടിൽ കറി വെക്കാൻ ഒരു കോഴിനെ പോലും ഞാൻ കൊന്നിട്ടില്ല. അവനോടൊരു ജീവനെ ഞാൻ ഉപദ്രവിക്കാറില്ല. എൻ്റെ നേരെ വരുന്ന ആളുകളോട് പോലും ഞാൻ ക്ഷമ പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യം നോക്കി പോകാറാണ് പതിവ്. പിന്നെ തല്ലാനും കൊല്ലാനും വരുന്ന ആളുകളെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എന്തായാലും എതിരിട്ട് നിൽക്കുക തന്നെ ചെയ്യും. എന്തായാലും ഞങ്ങൾ ഈ താമസിക്കുന്ന വാടക വീട്ടിൽ നിറച്ച് കാടും പുല്ലും മുളച്ച ഒരു സമയമാണ്. കാരണം മഴ പെയ്തില്ലേ, അത് കാരണം. വേനൽക്കാലത്ത് ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി. എന്തിന് കിണറിനുള്ള കാട് പോലും ഞങ്ങൾ വെട്ടി വൃത്തിയാക്കിയതാണ്, ഞാനും ഭാര്യയും കൂടി. എന്നിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടുന്ന് പോകാൻ പറ്റില്ല. 2 വർഷമായി ഞങ്ങളുടെ വീടിൻ്റെ പണി നടക്കുന്നു. ഇന്ന് വരെ അങ്ങോട്ടൊന്ന് മാറിപ്പോകാൻ പറ്റിയിട്ടില്ല, ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ വാടക വീടിൻ്റെ ഉടമസ്ഥന്മാരൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെയാണ് വാടക കൊടുക്കാറുള്ളത്. 3-4 മാസം കൂടുമ്പോഴൊക്കെ വാടക കൊടുക്കാറ്. അവരത് ഈ കാട് വെട്ടണം നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ ഞാൻ ചെയ്യും, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ മഴ പെയ്ത സമയത്ത് വന്ന കാടല്ലേ, പെട്ടെന്ന് ഇനിയിപ്പോൾ അതിന് വെട്ടലും കാര്യങ്ങളൊന്നും നടക്കില്ല, സമയം വേണ്ടേ. എന്തായാലും ദൈവം രക്ഷിക്കട്ടെ, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ആർക്കും